സമ്മേളനത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷനും KGHMOAയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ബഹുമാന്യ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അവരെ, ഇവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാന്യായ കൊല്ലം നഗരത്തിന്റെ മേയർ ശ്രീമതി പ്രസന്ന എണസ്, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ തലപ്പത്ത് സജീവമായി പ്രവർത്തിച്ചു പോരുന്ന ബഹുമാന്യായ ഡയറക്ടർ ഡോക്ടർ കെ ജമുന മാഡം, വളരെ പ്രിയപ്പെട്ട ഡോക്ടർ CV ഹേമകുമാരി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹോമിയോപ്പതി, വളരെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രസാദ് ഉമ്മൻ ജോർജ്, ഈ മേഖലയിലെ വളരെ മുതിർന്ന, ഇപ്പോൾ സർവീസിലില്ലെങ്കിലും സേവനം തുടരുന്ന ഡോക്ടർ മുഹമ്മദ് ഹനീഫ അവർ, വളരെ ബഹുമാന്യ ഡോക്ടർ കെ സുജേഷ് DMO കൊല്ലം, വളരെ പ്രിയപ്പെട്ട ഡോക്ടർ PV സന്തോഷ്, വളരെ പ്രിയപ്പെട്ട ഡോക്ടർ സലിൽ S. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച എന്റെ ദീർഘകാല സുഹൃത്ത്, കേട്ടാൽ ഒരു വടക്കേ ഇന്ത്യയിലെന്ന് തോന്നിപ്പോകത്തക്കവണ്ണം പേരുള്ള പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് മസാനി, സംഗതി ചടയമംഗലത്തുള്ള ആളാണ്, വളരെ ബഹുമാന്യരായ വേദിയിലെ മുഴുവൻ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, ഈ സദസ്സിലെ വളരെ ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ ഡോക്ടേഴ്സ്, ബോത്ത് ജെന്റ്സ് ആൻഡ് ഫീമെയിൽസ്, അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല, ഡോക്ടേഴ്സ് തന്നെ, ഡോക്ടേഴ്സ്, വളരെ പ്രിയപ്പെട്ട മാധ്യമ മിത്രങ്ങളെ, സുഹൃത്തുക്കളെ, കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 26ാമത് സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ബഹുമാന്യായ വകുപ്പ് മന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് വെളിയിലെ കമാനങ്ങളിൽ നിന്ന് എനിക്ക് വായിച്ചറിയുവാൻ സാധിച്ചത്. സംഘാടകർ അദ്ദേഹത്തിന്റെ എത്താനുള്ള അസൗകര്യം എന്നോട് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എങ്കിലും കേരളത്തിലെ മെഡിക്കൽ ഓഫീസേഴ്സ്, ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ്, അവരുടെ ഒരു കൂട്ടായ്മ, അത് ഗൗരവാവഹമായ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും ചെറിയ ചെറിയ അവഗണനകളും പരിശോധിക്കുകയും ഇതിന് പരിഹാരം ഉണ്ടാകണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് തൊട്ടടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സുഖകരമായ ഭക്ഷണം സ്നേഹപൂർവ്വം ആസ്വദിച്ച് കണ്ടിട്ട് എത്ര കാലമായി, പഠിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ടതാണ്, ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നപ്പോ കണ്ടതാണ്, പിന്നെ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞൊരു സൗഹൃദം പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വലിയ ചങ്ങാത്തമാണ്. അതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ ജനാധിപത്യം നമ്മോട് നിർദ്ദേശിക്കുന്നത് അടങ്ങിയിരിക്കരുത്, ആവലാതിക്കാരിൽ അവസാനിക്കാത്ത രോദനവുമായി ഉറച്ചു നിൽക്കണം എന്നാണ് നമ്മെ സംഭവങ്ങൾ പ്രേരിപ്പിക്കുന്നത്. ഓമനിച്ച്, അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, നേർച്ച നേർന്ന് കിട്ടിയ മക്കളെയാണെങ്കിലും കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞാൽ മാത്രമേ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ സ്വാഭാവികമായി സമയം കിട്ടൂ. ഇല്ലെങ്കിൽ അമ്മ ഒരു ഷെഡ്യൂൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും, ആ സമയത്ത് അതിന് ശ്രമിക്കും. പക്ഷെ കുഞ്ഞ് നിലവിളിച്ചാൽ അടിയന്തരമായി മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് അമ്മ കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. ജനാധിപത്യത്തിൽ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് സംഘടന പത്രം പോരാ, സംഘടിച്ച് പോരാടാനുള്ള ശക്തമായ ഒരു കാര്യപരിപാടി വേണം. അത് കാലാന്തരത്തിൽ ഉണ്ടായി വരും. ഈ സംഘടന ഒരിക്കൽ ഉണ്ടായതാണ്, അല്ലേ? പിന്നീട് അതങ്ങ് തേഞ്ഞുമാരി പോയതാണ്. വീണ്ടും ഇപ്പോൾ 26ാമത്തെ വർഷത്തിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എനിക്കൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എല്ലാ ബഹുമാനവും വേണ്ടവരോടൊക്കെ പുലർത്തിക്കൊണ്ട് ഒരു നിർദ്ദേശമുണ്ട്. കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലും വിശേഷിച്ചും
സ്ത്രീകൾ ജോലി ചെയ്യുന്ന പ്രധാന നഗരങ്ങളിലൊക്കെ, കുഞ്ഞുങ്ങളെ പോറ്റുന്ന സങ്കേതങ്ങളിലൊക്കെ ഹോമിയോ മെഡിസിന്റെ സേവനം എത്തിച്ചേരേണ്ടതാണ്. കേരളത്തിലെ 1000 ഈ അടുത്ത സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ കേരളത്തിൽ മൊത്തം 1000 ഹോമിയോ മെഡിക്കൽ സെന്ററുകൾ, ആശുപത്രികൾ, മെഡിക്കൽ സെന്റർ എന്ന് പറയാമെന്ന് 1000 ഹോമിയോ ചികിത്സാ കേന്ദ്രങ്ങൾ സർക്കാരിന്റെ വകയായി കേരളത്തിൽ ഉണ്ടാകണം എന്നൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഇത് വരണമെങ്കിൽ നിങ്ങൾ ശരണം വിളിച്ച് പ്രക്ഷോഭണം നടത്തിയത് മാത്രമായില്ല. You must have to prepare the proper project for the same and to be presented before the concerned authority. നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യ മന്ത്രിയുടെ മുൻപിലും ബഡ്ജറ്റ് മാനേജ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻപിലും ഇത് സംബന്ധിച്ചുള്ള ഒരു റീസണബിൾ പ്രോജക്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഉണ്ടായിരിക്കണം. വളരെ പ്രഗത്ഭനായ, സംഘാടകനായ, വളരെ മികവോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നയാളാണ് നിങ്ങളുടെ സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ GS എന്നെനിക്കറിയാം. ഡോക്ടർ ശിവരാമകൃഷ്ണൻ നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന പ്രാപ്തമായ ഒരു ലീഡർഷിപ്പിന്റെ ഉടമസ്ഥനാണെന്ന് അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടപ്പോഴും ഞാൻ ഇവരെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഒരു രാഷ്ട്രീയക്കാരനായത് ചുമ്മാ അങ്ങ് കോട്ടയം വിചാരിച്ചു വിടുന്ന ആളല്ല. അത് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇത് സാധിക്കും. പക്ഷേ സാധിക്കണമെങ്കിൽ 11:55 നിവേദനം കൊടുത്താൽ പോരാ. ഇതാണ് അതിന്റെ യഥാർത്ഥ സമയം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ബഡ്ജറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്ന സമയമാണ് ഇത്. ഹോമിയോ ആശുപത്രി വേറെ, ചെറിയ ഡിസ്പെൻസറികൾ വേറെ. അപ്പൊ ഡിസ്പെൻസറികൾ നിങ്ങൾക്ക് എത്ര വേണം, ആശുപത്രികൾ എത്ര വേണം, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റാറ്റസ് ഉള്ള ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എത്ര വേണം, ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിവേദനവുമായി നിങ്ങൾ പോകേണ്ടത് മന്ത്രിമാരുടെ അടുത്ത് മാത്രമല്ല, കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷന്റെ മുമ്പിൽ നിങ്ങൾ പോകണം. കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷന്റെ മുൻപിൽ ഈ ആവശ്യം നിങ്ങൾ വെക്കണം. കാരണം ഭയപ്പാട് കൂടാതെ കൊടുക്കാവുന്നത് മോസ്റ്റ് ഇഫക്റ്റീവ് മെഡിസിൻസ് വാസ്തവത്തിൽ ഇന്നും ഉള്ളത് ഹോമിയോ ട്രീറ്റ്മെന്റ് ആണ്. ഏതാണ്ട് 150-200 വർഷത്തെ ഒരു ഉൽപ്പത്തി ചരിത്രം ഉണ്ടെങ്കിലും ഇവൻ ആക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 100-180 വർഷത്തിനകത്ത ഒരു പ്രാക്ടീസാണുള്ളത്. ജർമ്മൻ ബാക്ക്ഗ്രൗണ്ട്. ഇത് ഇന്ന് ലോകത്തിലെ എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കുന്ന ഒരു ചികിത്സാ സങ്കേതമായി മാറിയിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയുടെ സുഖമുള്ളതാണ് ഈ ചികിത്സ. ഒരു സാന്ത്വനത്തിന്റെ സൗമ്യതയുള്ളതാണ് ഈ ചികിത്സ. ഒരു ശ്രേഷ്ഠതയുടെ പരിവേഷമുള്ളതാണ് ഈ ചികിത്സ. പക്ഷേ നിങ്ങൾ തന്നെ ഇതിൽ അസംതൃപ്തരാവുകയാണ്. നിങ്ങൾ തന്നെ മനസ്സിൽ തോന്നുന്നു എനിക്കും ഉണ്ടായിരുന്നു രമയ്ക്കൊപ്പം മാർക്ക്, പക്ഷേ രമയ്ക്ക് MBBS കിട്ടി, എനിക്കത് ഒപ്പില്ല. രമ ഒരു സങ്കല്പ കഥാപാത്രമാണ് കേട്ടോ, എന്റെ കസ്റ്റഡി രമയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചെറിയ ക്ലാഷ് ഉണ്ട്. നിങ്ങളോടൊപ്പം +2 പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രീഡിഗ്രിക്ക് പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് അല്ല ഏതെങ്കിലും പരീക്ഷയ്ക്ക് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് തുല്യം മാർക്ക് നേടാൻ സാധിക്കാത്തവർ പോലും MBBS എടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ അവർക്കുള്ള അവരുടെ ഒരു സ്റ്റൈലിഷ് ലൈഫും അവരുടെ ഒരു പോക്കും വരവും ഉൾപ്പെടെ നിങ്ങൾ പലപ്പോഴും അസ്വസ്ഥരാക്കാറുണ്ട്. ഇത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. വിജയങ്ങളെല്ലാം വിളമ്പിത്തരാൻ വിഭവങ്ങൾ മാത്രമേ ഉപകരിക്കൂ. വിഭവങ്ങൾ വിളമ്പിത്തരാം, പക്ഷെ വിജയങ്ങൾ നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. വിജയങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ ചികിത്സാ സമ്പ്രദായത്തെ കൂടുതൽ ഏറ്റെടുക്കണം. പരമ്പരാഗതമായി വായിച്ചും കേട്ടറിഞ്ഞും അനുഭവത്തിലും ബോധ്യമുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ ഇപ്പോഴും ഈ ഹോമിയോ ചികിത്സയുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. പക്ഷെ തള്ളക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഹോമിയോ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അലോപ്പതിക്കാരെ കാണാൻ പോകും. അവർ ധാരണ പെട്ടെന്ന് തീരണമെങ്കിൽ അങ്ങനെ പറ്റൂ എന്നാണ്. ഇതിന്റെയൊക്കെ ആപ്റ്റ് ഇഫക്ട് റിയാക്ഷൻ അത് വളരെ വലുതാണ്. പലപ്പോഴും ഹോമിയോ അപകടകാരിയായ ദുഷ്ഫലങ്ങളില്ലാത്ത ഒരു വലിയ ചികിത്സാ സമ്പ്രദായവും സംസ്കാരവും. ചിലവ് കുറഞ്ഞ ചികിത്സയെന്ന് താരതമ്യേന പറയാൻ കഴിയില്ല. ചെറിയ തരം ചികിത്സയ്ക്ക് ചിലവ് കുറവാണെങ്കിലും വളരെ വില കൂടിയ മരുന്നുകൾ അല്ലെ ഈ ഹോമിയോയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തിരുവനന്തപുരത്ത് വളരെ വളരെ പ്രഗത്ഭമായി ഹോമിയോ
പ്രാക്ടീസ് നടത്തുന്ന ആളുകളുമായി നേരത്തെ നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഫലപ്രദമായ ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോ എന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഗുനിയ വന്നപ്പോൾ നിങ്ങളുടെ കുറെ ആളുകൾ രംഗത്തിറങ്ങി. ഇപ്പൊ പിടിച്ചു കെട്ടിത്തരാം എന്ന് പറഞ്ഞ് പൂച്ചെടി തിളപ്പിച്ച വെള്ളവും കൊണ്ടിറങ്ങിയ കുറെ ആളുകളുണ്ട്. അതൊക്കെ നല്ലതല്ല കാര്യം. ഞാൻ ആരെയും അനാദരവോടെ കാണുന്ന ആളല്ല. പക്ഷേ ഹോമിയോയുടെ ആക്ച്വൽ ഇഫക്റ്റ് എന്താണ് എന്ന് സാമാന്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പബ്ലിക്കേഷൻസ് ഒന്നും നിങ്ങളുടെ ഫീൽഡിൽ നടക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്കും ഇത് ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ ഹോമിയോ മെഡിക്കൽ അസോസിയേഷൻ ജനങ്ങളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. കൊല്ലം അതിപുരാതനമായ ഒരു പട്ടണമാണ്. 1917 മുതൽ 29 വരെ തിരുവിതാംകൂറിന്റെ തലസ്ഥാനവും ഈ നഗരമായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 7 നൂറ്റാണ്ടുകളുടെ ആരംഭത്തിന് മുൻപ് തന്നെ ചൈനക്കാർ വന്നു താമസിച്ചിരുന്ന പ്രഗത്ഭമായ ഒരു പട്ടണമായിരുന്നു കൊല്ലം. അതാണ് നമ്മുടെ ചിന്നക്കട എന്ന പേരിൽ അറിയപ്പെടുന്ന ചീനക്കട ആയിരുന്നു ഇത്. ചൈനക്കാർക്ക് താമസിക്കാൻ നമ്മുടെ മഹാരാജാക്കന്മാർ ഉണ്ടാക്കി കൊടുത്ത ചീന കൊട്ടാരമാണ് ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് കാട് പിടിച്ച് കിടക്കുന്ന. കഴിഞ്ഞ 2 മാസം മുമ്പ് പത്രത്തിനെ പറ്റി വന്നത് വായിച്ചു കാണും. ചീന കൊട്ടാരം ഉൾപ്പെടെ അനവധി പൗരാണിക പതിവുകൾ ഈ നഗരത്തിനുണ്ട്. ഇവിടെയും ഒരുപാട് ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു വസ്തുവിനെ മാർക്കറ്റ് ചെയ്യാനുള്ള റീസണബിൾ ടെക്നോളജി അഥവാ മോഡേൺ ടെക്നോളജി ഈ ഹോമിയോ ഫീൽഡിൽ നിൽക്കുന്നവർ ഉപയോഗിക്കുന്നില്ല. ഒരു ജലദോഷത്തിനും പരിക്കും പല്ലുവേദനയ്ക്കും കണ്ണടിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളുടെ പരസ്യം നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും അല്ലേ? അത് പരസ്യം നടത്തിയാൽ ഈ കഴിഞ്ഞ ചിക്കൻ ഗുനിയ വന്നതോടുകൂടി അനാസിൻ, അതുപോലെ കോൾഡായി എന്തെല്ലാം മരുന്നുകൾ ആ പാറ്റേൺ ആ ഫാമിലിയിൽ നിറങ്ങി. അതിന്റെ എല്ലാ മുതലാളിമാർക്കും ഇപ്പോൾ റോൾസ് റോയ്സ് കാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഹോമിയോ കച്ചവടക്കാരെ ഇപ്പോഴും പരിപാടി എഴുത്തും കല്ലിയും വെള്ളാത്ത കണ്ടെത്തി അതിനകത്ത് ബോധ്യം കൊടുത്തും നിൽക്കുകയാണ്. ഈ ഒരു രീതി മാറിയ ഹോമിയോയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന പ്രാധാന്യം വളരെ 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 വലുതായിരിക്കും. ഈ മാർക്കറ്റിംഗ് സൈഡിലാണ് ഹോമിയോ പരാജയപ്പെട്ടിട്ടുള്ളത്. ഹോമിയോ മരുന്നുകളുടെ മാർക്കറ്റിംഗ് സൈഡിൽ ഉണ്ടാക്കുന്ന മുതലാളിമാർ വലിയ കോടീശ്വരന്മാരാണ്, മരുന്ന് കമ്പനിക്കാർ. പക്ഷെ അവരും ഇത് വിൽക്കുന്നത് വിൽക്കാൻ മതി, 10 പൈസ വെളിയിൽ കൊടുക്കണ്ട എന്ന വിചാരത്തിലാണ് അവരുടെ സൈമൻസ്. അങ്ങനെയാണ് അതിശക്തമായ പ്രചരണങ്ങൾ. ഉദാഹരണം നിങ്ങൾ പറയാം, 4,25,000 സഹോദരിമാർ ജോലി ചെയ്യുന്ന കശുവണ്ടി ഫാക്ടറിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേഖലയാണ് കൊല്ലം. ഏതാണ്ട് 600-ലേറെ വൻകിട കശുവണ്ടി ഫാക്ടറികൾ, 2000-ൽ 3000-ൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന കശുവണ്ടി ഫാക്ടറി കൊല്ലത്തുണ്ട്. ഇപ്പോൾ അത് 30% ബീഹാറുകാരും ബംഗ്ലാദേശുകാരും ആയ പശ്ചിമ ബംഗാളുകാരും ഒക്കെ ആയ നമ്മുടെ അന്യ സംസ്ഥാനക്കാരുമായ രാജ്യക്കാരുമൊക്കെയായ ആൺകുട്ടികളും ആ മേഖലയിൽ ജോലി ചെയ്യുന്നു. സ്ത്രീകൾ വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. രാവിലെ കറക്റ്റ് 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഹൈജീനിക് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ അമ്മമാർ സഹോദരിമാർ വളരെ പ്രയാസപ്പെടുന്നു. അവർക്ക് ചെറുതും വലുതുമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ക്യാമ്പ് നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ചെയ്യാവുന്നത് യു മസ്റ്റ് പ്രിപ്പയർ എ ടീം, എ സ്മാൾ ടീം. എന്നിട്ട് നിങ്ങൾ ഈ കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിക്കണം. അവിടുത്തെ മാനേജ്മെന്റുമായി സംസാരിച്ച് സന്ദർശിക്കണം. അവരെ നിങ്ങൾ പരിശോധിക്കണം. അവർക്ക് അടിയന്തരമായി കൊടുക്കാവുന്ന മരുന്ന് കൊടുക്കാൻ നിങ്ങളുടെ മെഡിക്കൽ സപ്ലൈസിനെ ഏർപ്പാട് ചെയ്യണം. അവരുടെ ഒരു ഗുഡ് വിൽ നിങ്ങൾ നേടിയെടുക്കണം. ഈ ചികിത്സയെ പോപ്പുലറൈസ് ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ നമ്മുടെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ ശ്രമിക്കാതെയില്ല. അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചില കമ്പനികളുടെ മരുന്ന് എഴുതിയാൽ ഫ്രിഡ്ജ്, കാറ്, അലമാര, കാറെന്ന് ചുമ്മാ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയുടെ 4 കാറൊന്നുമില്ല. കാറെന്ന് പറയത്തക്ക യോഗ്യതയുള്ള കാർ, മനസ്സിലായില്ലേ? എല്ലാവരും സ്ത്രീകളാണ്. പക്ഷെ
കണ്ടില്ലെങ്കിലും എന്ന് പറയും. സിനിമ ദോഷമല്ല, അവര് മോശപ്പെട്ടതല്ല, ചോദിക്കണം. അപ്പൊ നമ്മുടെ ഈ ദേവേന്ദ്രനെ വരെ വിരട്ടാൻ കഴിയുമായിരുന്ന ആളുകളെയാണ് നമ്മൾ അവിടെ സങ്കല്പിക്കുന്നത്. ഈ ഔഷധ കമ്പനികളുടെ ആലസ്യമാണ് ഹോമിയോ മരുന്നിന്റെയും അതിന്റെ ഗുണകരമായ പ്രചരണത്തെയും ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സഹായിക്കാതിരിക്കുന്നത്.